വിശദമായ വാർത്തകളിലേക്ക്. സിദ്ധരാമയ്യ കർണാടക മുഖ്യമന്ത്രിയാകും. ഹൈക്കമാൻഡിന് മുന്നിൽ DK ശിവകുമാർ വഴങ്ങുന്നു എന്നാണ് വിവരം. ആദ്യ 2.5 വർഷമായിരിക്കും സിദ്ധരാമയ്യ മുഖ്യമന്ത്രി സ്ഥാനത്ത് തുടരുക. DK ശിവകുമാർ ഉപമുഖ്യമന്ത്രിയായി ചുമതലയേൽക്കും. ഊർജ്ജം, ജലസേചനം തുടങ്ങിയ വകുപ്പുകൾ ശിവകുമാറിന് ലഭിക്കും. സത്യപ്രതിജ്ഞ നാളെ ഉണ്ടാകും. മനു ഭരത് ചേരുന്നു. മനു, എന്താണ് കർണാടകയിലെ വിശേഷങ്ങൾ? ഞാനിപ്പോൾ സിദ്ധരാമയ്യയുടെ വീട്ടിന് മുന്നിലാണ്. ഇവിടെ ഒരു ആഘോഷത്തിൻ്റെ ആദ്യഘട്ടം ഒക്കെ കഴിഞ്ഞിരിക്കുകയാണ്. അദ്ദേഹത്തിൻ്റെ ഫോട്ടോയിൽ പാലാഭിഷേകവും ഒക്കെ നടത്തി പ്രവർത്തകർ സന്തോഷം പങ്കുവച്ചു. ഒപ്പം തന്നെ പടക്കങ്ങളും മറ്റും ഒക്കെ അദ്ദേഹത്തിൻ്റെ വീട്ടിന് മുന്നിൽ പ്രവർത്തകർ പൊട്ടിച്ച് സന്തോഷം പങ്കുവച്ചിരിക്കുകയാണ്. ഏതായാലും ഔദ്യോഗിക പ്രഖ്യാപനത്തിന് കാത്തു നിൽക്കുകയാണ് ഇവിടെ എല്ലാവരും. ഏതായാലും സിദ്ധരാമയ്യ തന്നെയാണ് കർണാടകയുടെ അടുത്ത മുഖ്യമന്ത്രി എന്നത് ഉറപ്പായി കഴിഞ്ഞു. ഇനി ബാക്കി ഫോർമുല എങ്ങനെയായിരിക്കും എന്നതിനെ സംബന്ധിച്ചാണ് കാത്തിരിക്കുന്നത്. DK ഉപമുഖ്യമന്ത്രിയാകും എന്നാണ് ലഭിക്കുന്ന സൂചന. പ്രധാന വകുപ്പുകൾ അദ്ദേഹത്തിന് ലഭിക്കും. റവന്യൂ വകുപ്പ് കൂടി അദ്ദേഹത്തിന് ലഭിച്ചേക്കും എന്ന സൂചനയുണ്ട്. ഊർജ്ജവും റവന്യൂ വകുപ്പുമൊക്കെയാണ് DKക്ക് പ്രധാനമായും ലഭിക്കുക എന്നാണ് വ്യക്തമാകുന്നത്. കൂടുതൽ ഉപമുഖ്യമന്ത്രിമാരുണ്ടാകുമോ എന്ന കാര്യത്തിലും ഒരു തീരുമാനം ആയിട്ടില്ല. ഏതായാലും ഇന്ന് കുറച്ച് അല്പസമയത്തിനകം ഇത് സംബന്ധിച്ചുള്ള ഒരു അന്തിമ തീരുമാനം ലഭിക്കും എന്നാണ് പ്രതീക്ഷിക്കുന്നത്. കർണാടകയിൽ ഏതായാലും സിദ്ധരാമയ്യയുടെ വീട്ടിൽ വലിയ ആഘോഷത്തിൻ്റെ ദൃശ്യങ്ങളാണ് നമുക്ക് കാണാൻ കഴിയുന്നത്. അതേസമയം DKയുടെ വീട്ടിൽ നമ്മൾ നേരത്തെ ഉണ്ടായിരുന്നു. അവിടെ ഒരു ശോകമായ അന്തരീക്ഷമാണ്. ആളുകൾ നിരാശരാണ്. ഇത്രയും പ്രവർത്തിച്ചിട്ടും തങ്ങൾക്ക് അർഹിക്കുന്നൊരു അംഗീകാരം കിട്ടുന്നില്ല എന്നതാണ് അവിടെ നിന്ന് നമുക്ക് ലഭിക്കാൻ കഴിഞ്ഞ ദൃശ്യങ്ങൾ. അതേസമയം ഇവിടെ ആളുകൾ വലിയ ആഘോഷത്തിലും സന്തോഷത്തിലുമൊക്കെയാണ്. 2 വർഷം സിദ്ധരാമയ്യ ആദ്യം മുഖ്യമന്ത്രിയാകും എന്നാണ് ഇപ്പോഴത്തെ ഒരു കണക്കുകൂട്ടൽ. പിന്നീടായിരിക്കും അടുത്ത 3 വർഷം DKക്ക് അവസരം ലഭിക്കുക എന്ന് അവർ പറയുന്നു. ഇത് പാലഭിഷേകം നടത്തിയതിൻ്റെ ദൃശ്യങ്ങളാണ് ഇപ്പോൾ നമ്മൾ കാണുന്നത്. പ്രവർത്തകർ തികഞ്ഞ ആവേശത്തിലാണ്. പടക്കം പൊട്ടിച്ചുമൊക്കെ അവർ ആഘോഷങ്ങളിൽ പങ്കെടുക്കുകയാണ്. DKയുടെ ഈ വകുപ്പുകൾ സംബന്ധിച്ച് ഇപ്പോൾ ഉപമുഖ്യമന്ത്രിയാകുമെന്നുള്ള കാര്യം സ്ഥിരീകരിക്കുമ്പോൾ പ്രധാനപ്പെട്ട വകുപ്പുകളെങ്കിലും ഇല്ലെങ്കിൽ എന്തായിരിക്കും സംഭവിക്കുക? മറ്റൊന്ന്, ഉപമുഖ്യമന്ത്രി ഒരാൾ എന്നതിൽ തന്നെ നിൽക്കാനുള്ള സാധ്യതയാണോ ഇപ്പോഴും ഉള്ളത്? ഇനി ഈ ഉപമുഖ്യമന്ത്രി എന്നത് ഒരു സാങ്കേതികമായ ഒരു പദം മാത്രമാണ്. അതിനൊരു ഭരണഘടനാ പൊസിഷൻ അല്ലെങ്കിൽ കോൺസ്റ്റിറ്റ്യൂഷണൽ ഇല്ല. കാരണം ഉപമുഖ്യമന്ത്രി എന്നത് അങ്ങനെ ഒരു മുഖ്യമന്ത്രിയും മന്ത്രിമാരും എന്നതാണ് ഭരണഘടന വ്യവസ്ഥ ചെയ്യുന്നത്. മുഖ്യമന്ത്രിയുടെ അസാന്നിധ്യത്തിൽ താൽക്കാലികമായി ചുമതല ഏറ്റെടുക്കുന്ന ഒരാൾ എന്നതിനപ്പുറത്തേക്ക് ഉപമുഖ്യമന്ത്രിക്ക് അതിൽ കവിഞ്ഞ പ്രാധാന്യം ഇല്ല. ഏതായാലും ഉപമുഖ്യമന്ത്രി സ്ഥാനം വേണമെന്ന ആവശ്യവുമായി കൂടുതൽ വിഭാഗങ്ങൾ രംഗത്തെത്തിയിട്ടുണ്ട്. അവരൊക്കെ ഇത് സംബന്ധിച്ച് അവകാശവാദങ്ങൾ ഉന്നയിക്കുന്നുമുണ്ട്. അത് എത്ര ഉപമുഖ്യമന്ത്രിമാരുണ്ടാകുമെന്നതിനെ സംബന്ധിച്ച് ഇപ്പോൾ ഒരു സൂചന ലഭിച്ചിട്ടില്ല. ഏതായാലും DK ഉപമുഖ്യമന്ത്രിയാകുകയാണെങ്കിൽ കൂടുതൽ ഉപമുഖ്യമന്ത്രിമാർ ഉണ്ടാകില്ല എന്നാണ് ലഭിക്കുന്ന സൂചന. അന്തിമമായ തീരുമാനം അല്പസമയത്തിനകം ഉണ്ടാകും എന്നാണ് കോൺഗ്രസ് വൃത്തങ്ങളിൽ നിന്ന് ലഭിക്കുന്ന സൂചന. ഏതായാലും ഒരു കാര്യത്തിൽ ഉറപ്പായി കഴിഞ്ഞിരിക്കുന്നു. സിദ്ധരാമയ്യ കർണാടകയുടെ അടുത്ത മുഖ്യമന്ത്രി. സത്യപ്രതിജ്ഞ നാളെ തന്നെ ഉണ്ടാകും എന്നാണ് നമുക്ക് ലഭിക്കുന്ന വിവരം. ഇതിലിപ്പോ ഈ സമുദായങ്ങളുടെ അഭിപ്രായം വളരെ നിർണായകമായിരുന്നു. സിദ്ധരാമയ്യ മുഖ്യമന്ത്രിയാകുമ്പോൾ DK ശിവകുമാറിനെ അനുകൂലിക്കുന്ന വിഭാഗം ഇതിലെന്ത് നിലപാടെടുക്കും, ഇല്ലെങ്കിൽ എത്തരത്തിലായിരിക്കും പ്രതിഷേധങ്ങളൊക്കെ ഉണ്ടാവുക, പ്രത്യേകിച്ച് ലോക്സഭാ തെരഞ്ഞെടുപ്പ് വരാനിരിക്കുന്ന സാഹചര്യത്തിൽ കൂടി? ഇതിൽ പല ആളുകൾ അവകാശവാദങ്ങൾ ഉന്നയിക്കുന്നുണ്ട്. ധാർവാഡിൽ നിന്ന് ജയിച്ച വിജയ് കുൽക്കർണി അവകാശവാദവുമായി രംഗത്തെത്തിയിട്ടുണ്ട്. അജയ് സിംഗ് അവകാശവാദവുമായി രംഗത്തെത്തിയിട്ടുണ്ട്. അതേപോലെ കർണാടക വഖഫ് ബോർഡ് ചെയർമാൻ മുഹമ്മദ് ഷാഫി സാധി ഒരു മുസ്ലിം സ്ഥാനാർത്ഥിയെ മുസ്ലിം MLAക്ക് കർണാടകയുടെ ഉപമുഖ്യമന്ത്രി സ്ഥാനം നൽകണം എന്ന ആവശ്യം ഉന്നയിച്ചിട്ടുണ്ട്. കർണാടക റെഡ്ഡി ജനസംഘ ഇവിടെയുണ്ട്. അവർക്ക് 12 MLAമാരുണ്ട്. അവരുടെ ഭാഗത്തു നിന്ന് ഈ രാമലിംഗറെഡ്ഡി, HK പാട്ടീൽ, NS സുബ്ബറെഡ്ഡി, NK കോണ ആളുകളെ ആളുകൾക്ക് സ്ഥാനം നൽകണം എന്ന ആവശ്യമുണ്ട്. നേരത്തെ ഉണ്ടായിരുന്ന ഈ സിദ്ധരാമയ്യ സർക്കാരിലുണ്ടായിരുന്ന RV ദേശ്പാണ്ഡെ, ബസവരാജ റായറെഡ്ഡി,
അതുപോലെ HC മഹാദേവപ്പ തുടങ്ങിയ മുൻ മന്ത്രിമാർക്ക് സ്ഥാനം നൽകണമെന്നുണ്ട്. ഏതായാലും എത്രയുമൊക്കെ വലിയ ആവശ്യമാണ് പല കോണുകളിൽ നിന്നും ഉയരുന്നത്. ഇതിൽ മറ്റൊന്ന് പ്രധാനപ്പെട്ട വകുപ്പുകൾ സംബന്ധിച്ച് തന്നെയാണ്. പ്രധാനപ്പെട്ട വകുപ്പുകൾ സിദ്ധരാമയ്യ തന്നെ ആയിരിക്കുമോ കൈകാര്യം ചെയ്യുക? ഈ ആഭ്യന്തരം ഉൾപ്പെടെയുള്ള വളരെ പ്രധാനപ്പെട്ട വകുപ്പുകളെല്ലാം DK ആവശ്യപ്പെട്ടു എന്ന തരത്തിലുള്ള റിപ്പോർട്ടുകളുണ്ട്. അപ്പം എത്തരത്തിലായിരിക്കും ഹൈക്കമാൻഡ് ആ വിഷയങ്ങളിലൊക്കെ ഇടപെടുക? അല്ല, പ്രധാന വകുപ്പുകൾ DKക്ക് നൽകണമെന്ന കാര്യത്തിൽ തർക്കമില്ല. അത് ഊർജം, അതുപോലെ റവന്യൂ തുടങ്ങിയ വകുപ്പുകൾ എന്തായാലും അദ്ദേഹം ആവശ്യപ്പെടുമെന്നാണ് വ്യക്തമാക്കുന്നത്. അത് മറ്റ് വിഭാഗങ്ങളും സമാനമായ രീതിയിൽ ആവശ്യങ്ങൾ ഉന്നയിച്ച് രംഗത്തെത്തിയിട്ടുണ്ട്. അപ്പോൾ അത്തരം ആവശ്യങ്ങൾ എങ്ങനെ പരിഗണിക്കും എന്നത് ഇനി വരാനിരിക്കുന്ന ഘട്ടത്തിലേ മനസ്സിലാവുകയുള്ളൂ. ആദ്യം ഈ മുഖ്യമന്ത്രിയുടെ കാര്യത്തിൽ ഒരു ഔദ്യോഗിക സ്ഥിരീകരണം വന്നതിന് ശേഷമായിരിക്കും മന്ത്രിസഭാ രൂപീകരണത്തെക്കുറിച്ചുള്ള തീരുമാനങ്ങൾ ഉണ്ടാകുക. ആദ്യഘട്ടത്തിൽ എത്ര മന്ത്രിമാർ സത്യപ്രതിജ്ഞ ചെയ്യും എന്നതിനെ സംബന്ധിച്ചും ഒക്കെ തീരുമാനം എടുക്കേണ്ടതുണ്ട്. ഒപ്പം തന്നെ ഈ ലിംഗായത്ത് വിഭാഗത്തിനും OBC വിഭാഗത്തിനും ST വിഭാഗത്തിനുമൊക്കെ SC വിഭാഗത്തിനുമൊക്കെ പ്രാധാന്യം നൽകിക്കൊണ്ടുള്ള പ്രവർത്തനങ്ങളാണ് നടത്തേണ്ടത് എന്ന നിർദ്ദേശം രാഹുൽ ഗാന്ധിയിൽ നിന്ന് കോൺഗ്രസിന് ലഭിച്ചിട്ടുമുണ്ട്. അപ്പോൾ അതൊക്കെ സംബന്ധിച്ചുള്ള തീരുമാനങ്ങൾ ഇനി വരാനിരിക്കുന്നതേ ഉള്ളൂ. ഏതായാലും പ്രധാന വകുപ്പുകൾ DKക്ക് ഉണ്ടാകുമെന്ന കാര്യത്തിൽ തർക്കമില്ല. പക്ഷേ DK ഇത് എന്ത് നിലപാട്, DK തൻ്റെ അതിർത്തി വ്യക്തമാക്കി കഴിഞ്ഞിട്ടുണ്ട്. ഇനി അദ്ദേഹം എന്ത് തരത്തിലുള്ളൊരു നിലപാട് തുടർന്ന് സ്വീകരിക്കുമെന്നതാണ് ഇനി കണ്ടറിയേണ്ടത്. അദ്ദേഹം ഇപ്പോൾ താൽക്കാലികമായി വഴങ്ങുന്നു എന്ന സൂചനകളാണ് ലഭിക്കുന്നതെങ്കിലും അത് എത്ര കാലം തുടരും, എങ്ങനെ തുടരും എന്നതിനെ സംബന്ധിച്ചൊക്കെ ഒരു അനിശ്ചിതത്വമുണ്ട്. അത് ഏത് തരത്തിൽ പൊട്ടിത്തെറിയിലേക്ക് നീങ്ങും എന്നതും ഒരു ആശങ്കയ്ക്ക് ഇടം നൽകുന്ന കാര്യം തന്നെയാണ്. ഇതിൽ മറ്റൊന്ന്, ഇപ്പോൾ DK അവകാശപ്പെടുന്ന കുറെ കാര്യങ്ങളുണ്ട്. കാരണം ഇതിനു മുമ്പേ മുഖ്യമന്ത്രി ആയിട്ടുള്ള ആളാണ് സിദ്ധരാമയ്യ. 2018 സിദ്ധരാമയ്യക്ക് കർണാടകയിൽ വലിയ ചലനമൊന്നും ഉണ്ടാക്കാൻ സാധിച്ചില്ല. കോൺഗ്രസിന്റെ വലിയ തകർച്ച കണ്ടു. മറ്റൊന്ന്, ജനകീയ നേതാവാണ് എന്ന് പറയുമ്പോഴും ഇപ്പോൾ ജയം തന്റെ കയ്യിൽ, ഇപ്പോഴുള്ള വിജയശില്പി താനാണ് എന്നൊക്കെയുള്ള തരത്തിൽ കൃത്യമായിട്ടുള്ള കാര്യങ്ങൾ ഹൈക്കമാൻഡിനെയും സോണിയാഗാന്ധി, രാഹുൽ ഗാന്ധി ഉൾപ്പെടെയുള്ള നേതാക്കളെയും ഒക്കെ അറിയിച്ചിട്ടുണ്ടാവും. അപ്പം ആ ഒരു സാഹചര്യം കൂടി കണക്കിലെടുത്ത് DKയെ അനുനയിപ്പിക്കുന്നതിൽ പൂർണ്ണമായി സക്സസ് ആയി ഹൈക്കമാൻഡ് എന്നതിലേക്ക് കാര്യങ്ങൾ എത്തിയിട്ടുണ്ട്. അതായത് ഒരു തിരശീല വീണു, നാളെ തന്നെ സത്യപ്രതിജ്ഞ എന്നതിലേക്ക് കാര്യങ്ങൾ കൺഫേം ചെയ്യാറായിട്ടുണ്ടോ ഇപ്പോഴും? ഇല്ല, ഹൈക്കമാൻഡിന് മറ്റു മാർഗങ്ങളില്ല. നമുക്കറിയാം, സാങ്കേതികമായി ഒരു നിയമസഭയിൽ ഭൂരിപക്ഷമുള്ള പാർട്ടിയുടെ നേതാവാണ് മുഖ്യമന്ത്രി. പാർലമെന്ററി പാർട്ടി നേതാവ് എന്ന നിലയിൽ ഭൂരിപക്ഷം ആർക്കാണ് ഉള്ളത് ആ പാർട്ടിയുടെ നേതാവ് മുഖ്യമന്ത്രിയാകുക എന്നതാണ്. ഇവിടെ ഭൂരിപക്ഷമുള്ള പാർട്ടിയിൽ ഏറ്റവും കൂടുതൽ ജനസമ്മതനായ ആൾ ആര്, അല്ലെങ്കിൽ ഏറ്റവും കൂടുതൽ വോട്ട് ആർക്ക് എന്ന കാര്യം തന്നെയാണ് ഈ സഭയുടെ കാര്യത്തിൽ സാങ്കേതികമായി തീരുമാനിക്കേണ്ടത്. കോൺഗ്രസിന് മറ്റു പല നടപടികൾ സ്വീകരിക്കാം, അവർ പ്രവർത്തിച്ച ആളുകൾക്ക് കൊടുക്കാം, അല്ലെങ്കിൽ മുതിർന്ന ആളുകൾക്ക് കൊടുക്കാം. അതൊക്കെ കോൺഗ്രസിന് ഇഷ്ടം പോലെ ചെയ്യാം. പക്ഷേ സാങ്കേതികമായി നോക്കുമ്പോൾ ഏറ്റവും അധികം ആളുകളുടെ പിൻബലമുള്ള ആളാണ് നേതാവാകേണ്ടത്. അങ്ങനെ വരുമ്പോൾ MLA-മാരുടെ കൂടുതൽ പിൻബലമുള്ള സിദ്ധരാമയ്യെ വിട്ടു നിൽക്കാൻ കോൺഗ്രസിനാകില്ല. രാഹുൽ ഗാന്ധിക്കും മറ്റൊരു അങ്ങനെയെങ്കിൽ ഈ മന്ത്രിസഭയിലേക്ക് വരുമ്പോൾ ഇപ്പൊ കുറെ ഡിമാൻഡ് എന്തായാലും വെച്ചിട്ടുണ്ടാവും. കൂടുതൽ വകുപ്പുകൾ, കൂടുതൽ MLA-മാരെ തന്റെ പക്ഷത്തുള്ളവരെ മന്ത്രിമാരാക്കണം എന്നൊക്കെയുള്ള പല ഡിമാൻഡുകളും DK മുന്നോട്ട് വെക്കാൻ, ഒരു ഉപമുഖ്യമന്ത്രി, അങ്ങനെയുള്ള കുറെ കാര്യങ്ങൾ. അപ്പം ആദ്യം സിദ്ധരാമയ്യ കഴിഞ്ഞു, അടുത്ത ടേം DK വരുമ്പോൾ ഈ മന്ത്രിസഭയിൽ വലിയൊരു ഷഫ്ലിംഗ് നടക്കാനുള്ള സാധ്യതയും കാണുന്നില്ലേ? അല്ല, മന്ത്രിസഭ പുനഃസംഘടന ആവശ്യമാണ്. നമുക്കിപ്പോൾ ഈ കണക്കുകൾ നോക്കിയിട്ട് അവകാശവാദം ഉന്നയിക്കുന്നവർ ഒരു കണക്കെടുത്താൽ ഏതാണ്ട് 60ഓളം പേർ മന്ത്രിയാകാൻ തങ്ങൾ അർഹരാണ് എന്ന നിലപാടുമായി രംഗത്ത് വന്നിട്ടുണ്ട്. ലിംഗായത്തുകളുടെ വിഭാഗത്തിൽ നിന്ന് അവർ 49 സീറ്റുകളിൽ മത്സരിച്ചു, 34 ജയിച്ചു. മന്ത്രി വേണം എന്ന ആവശ്യമുണ്ട്. മുസ്ലിം വിഭാഗം അവർ പറയുന്നത് 80 സീറ്റുകളിൽ 70 മുതൽ 80 വരെയുള്ള സീറ്റുകളിൽ വിജയത്തിന് കാരണമായത് അവർ നൽകിയ വോട്ട് ബേസാണ്. അതുകൊണ്ട് ഒരു പ്രധാനപ്പെട്ട സ്ഥാനം മുസ്ലിം വിഭാഗത്തിന് വേണമെന്ന ആവശ്യം അവിടെ ഉലേമയും അതുപോലെ വഖഫ് ബോർഡ് ചെയർമാനും ഒക്കെ മുന്നോട്ട് വയ്ക്കുന്നുണ്ട്. അപ്പോൾ അതുപോലെ തന്നെയാണ് മറ്റ് വിഭാഗങ്ങൾ, പിന്നോക്ക വിഭാഗങ്ങളിൽ നിന്നുള്ള ആളുകൾക്ക് പ്രാതിനിധ്യം നൽകണം. നേരത്തെ മന്ത്രിസഭയിൽ ഉണ്ടായിരുന്ന മുതിർന്ന നേതാക്കളെ അംഗീകരിക്കേണ്ട സാഹചര്യമുണ്ട്.
ഇപ്പോൾ ജഗദീഷ് ഷട്ടാറിനെ പോലെയുള്ള ആളുകളെ കൂടുതൽ പരിഗണിക്കേണ്ടതുണ്ട്. അങ്ങനെ ഒട്ടനവധി കാര്യങ്ങളുണ്ട്. അപ്പോൾ ഇതൊക്കെ പല ആളുകൾക്കും പല കാലഘട്ടത്തിൽ ടേൺ വെച്ച് നൽകാനല്ലാതെ മറ്റൊരു സാധ്യതയും ഇപ്പോൾ കോൺഗ്രസിന് മുന്നിലില്ല. ഏതായാലും ആദ്യ 2 വർഷം ഘട്ടത്തിൽ എത്തിയിരിക്കുന്നു. നയിപ്പിക്കുക, സിദ്ധരാമയ്യയെ മുഖ്യമന്ത്രിയായി പ്രഖ്യാപിക്കുക, ഈ കാര്യങ്ങളെല്ലാം ഉത്തരവാദിത്തം സോണിയാഗാന്ധിയിലേക്ക് എത്തിയിരിക്കുകയാണല്ലോ. സോണിയാഗാന്ധിയുടെ ചർച്ചയിൽ ഇത് പൂർണ്ണമാകും, സമവായമാകും എന്നൊക്കെയായിരിക്കും സ്വാഭാവികമായിട്ടും നേതൃത്വത്തിന്റെ പ്രതീക്ഷ. നമുക്ക് ഈ കർണാടകയിലെ നാടകീയ രംഗങ്ങൾക്ക് തിരശ്ശീല വീഴാറായി എന്ന് ഉറപ്പിച്ച് പറയുന്നതിലേക്ക് അവിടുത്തെ സാഹചര്യങ്ങൾ കടന്നിട്ടുണ്ടോ? അല്ല, തിരശ്ശീല വീഴുക എന്നർത്ഥത്തിൽ മുഖ്യമന്ത്രിയുടെ കാര്യത്തിൽ തീരുമാനമായി. DKക്ക് മറ്റ് പ്രധാന വകുപ്പുകൾ നൽകുമെന്ന കാര്യത്തിലും തീരുമാനമായി. പക്ഷേ ഇത് ഇനി എന്ത് പരിണിത ഫലം എന്നൊരു ചോദ്യം ബാക്കി നിൽക്കുന്നു. അസംതൃപ്തനായ DK എന്ത് ചെയ്യും, എങ്ങനെ പ്രതികരിക്കും, ഏത് തരത്തിലുള്ള നിലപാടുകൾ സ്വീകരിക്കും, മന്ത്രിസഭയുമായി സഹകരിച്ചു പോകുമോ, വരും ദിവസങ്ങളിൽ ഒരു രാഷ്ട്രീയ വിള്ളലുകൾക്ക് വഴിവെക്കുമോ, അത്തരം ഒട്ടനവധി ചോദ്യങ്ങൾ ബാക്കിയാക്കിക്കൊണ്ടാണ് ഒരുപക്ഷെ ഈ തിരശ്ശീല വീഴുന്നു എന്ന് പറയുമ്പോൾ തന്നെ അതിന് ഒരു സമാപ്തിയാകും. ശരി, നന്ദി മനു.